നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുള്ള ബ്ലൂ ഫിൽറ്ററിംഗ് വീഡിയോന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് വിഷൻ ഏരിയ കുറവായിരിക്കും ഈ ഒരു ലെൻസിന്, അങ്ങനെയുള്ള രീതിയിലൊരു കമന്റ്. ആക്ച്വലി അത് കസ്റ്റമറിന് മാറിപ്പോയതാണ്. അത് സംസാരിക്കുന്നത് എപ്പോഴും പ്രോഗ്രസീവ് ലെൻസിനെ കുറിച്ചാണ്. കോട്ടിംഗ് ഒരിക്കലും നമുക്ക് വിഷൻ ഏരിയ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ 40 വയസ്സിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ലെൻസ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പ്രസ് ബയോപ്പിയ അതല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്നുള്ളൊരു കണ്ടീഷൻ വരുന്നത്, നമുക്ക് വായിക്കാനുള്ള അടുത്തേക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്. ഇത് നമുക്ക് രണ്ട് രീതിയിലാണ് ഈ ഒരു കണ്ണട വരുന്നത്. അതായത് നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന പോലെ അടിയിൽ വട്ടമുള്ള ടൈപ്പ് കണ്ണട നമ്മൾ കൂടുതലും പ്രായമുള്ളവരിലാണ് ഈ ഒരു മോഡൽ കണ്ടിട്ടുണ്ടാവുക. പിന്നെ വരുന്നത് നമുക്ക് ഒറ്റച്ചില്ല് വരുന്നത്, ഒറ്റച്ചില്ലിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് ലെൻസ് നമുക്ക് കാണാൻ വേണ്ടി പ്ലെയിൻ ആണെങ്കിലും അതിനകത്ത് നമുക്ക് 3 ഏരിയ വരുന്നുണ്ട്. അതായത് ഈ ഒരു രീതിയിലാണ് ആ ഒരു ലെൻസ് ഉണ്ടാവുക. ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ ഇന്റർമീഡിയറ്റ്, ഇവിടെ നിയർ. അതായത് നമുക്ക് ഇവിടെ വായിക്കാൻ, ഇവിടെ നമ്മളെ കമ്പ്യൂട്ടർ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഡിസ്റ്റൻസിലേക്ക്. എത്രത്തോളം നമുക്ക് ഈ വായിക്കാനും ഇന്റർമീഡിയറ്റിലെ ഏരിയ കൂടുതൽ വരുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വിഷൻ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ മാറി വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഏരിയ കൂടുന്ന സമയത്ത് നമുക്ക് വിഷ്വൽ ഏരിയ കുറച്ചും കൂടി കൂടുതൽ വരും. ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലെൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വിഷ്വൽ ഏരിയ കുറച്ചും കൂടി കൂടുതൽ വേണം. അപ്പം നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലെൻസ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് ജോലി ചെയ്യുന്നത്, നമ്മളെ റിക്വയർമെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രസീവിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രെയിം വെച്ച് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു ലെൻസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ലെൻസാണ് ഈ പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. അത് നമ്മൾ കസ്റ്റമൈസേഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ നമ്മൾ ലെൻസ് സെലക്ട് ചെയ്യുന്നതിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും വേരിയേഷൻസോ ആയിരിക്കും നമുക്ക് ഈ ഒരു വായിക്കാനുള്ള ഏരിയ കുറവായിട്ട് ഫീൽ ചെയ്യുന്നതും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രസീവ് ലെൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രോഗ്രസീവ് ലെൻസ് ചൂസ് ചെയ്യാനും നമ്മളെ വിഷൻ മാർക്കിൻ്റെ പയ്യാവൂരിലോ ബ്ലാത്തൂരിലോ വിസിറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ പ്രോഗ്രസീവിനെ കുറിച്ച് ഡീറ്റെയിൽഡ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്.